ഫയല് കാണാൻ സാധിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. ഈ വരികൾ രചിച്ച കവി ആരാണ്? ആൻസർ ഇതാണ്. നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിനു കഴിയട്ടെ. ഈ വരികൾ രചിച്ചത് ആര്? അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. അറിയത്തില്ലെങ്കിൽ സാരമില്ല. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. അയ്യപ്പ പണിക്കറാണ് ആൻസർ വരുന്നത്. അപ്പൊ ഇത് ഈ വരി ഒന്ന് കാണാതെ പഠിച്ചു വെക്കണം. നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ. നന്മകളൊക്കെ ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ. തിന്മകളാണെങ്കിൽ അത് കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. ആരുടെ വാക്കുകളാണ്? അയ്യപ്പ പണിക്കറുടെ വാക്കുകളാണ്. ഓക്കെ, ഇനി നമ്മള് അയ്യപ്പ പണിക്കരുടെയും ONV കുറുപ്പിന്റെയുമാണ് നമ്മൾ കോഴ്സുകളിൽ നിന്ന് അഡീഷണലി പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൂടെ പഠിക്കാം. അപ്പൊ ഇന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇന്ന് തന്നെ പഠിച്ചു വെച്ചിരിക്കണം. അയ്യപ്പ പണിക്കർ റിലേറ്റ് ചെയ്ത് അഡീഷണലി നമ്മൾക്ക് 2 കണ്ടന്റും കൂടെ ഉണ്ട്, അതുകൂടെ പഠിക്കാം. കാടെവിട മക്കളെ, മേടെവിട മക്കളെ. ഇവിടെ കാടെവിട മക്കളെ, ഞാൻ പറയുന്ന അനുസരിച്ച് നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കുക, അപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാടെവിട മക്കളെ, മേടെവിട മക്കളെ എന്ന് തുടങ്ങുന്ന കവിത ആരുടേതാണ്? അയ്യപ്പ പണിക്കരുടേതാണ്. കാടെവിട മക്കളെ, മേടെവിട മക്കളെ എന്ന് തുടങ്ങുന്ന കവിത അയ്യപ്പ പണിക്കരുടേതാണ്. ഇനി നീതിക്കു വേണ്ടി കരഞ്ഞുഴഞ്ഞങ്ങവേ, ഗീത ചൊല്ലിക്കേട്ടോരർജുനനല്ല ഞാൻ. അതായത് നീതിക്കു വേണ്ടി കരഞ്ഞുഴഞ്ഞവേ, ഗീത ചൊല്ലിക്കേട്ടോരർജുനനല്ല ഞാൻ എന്നതും ആരുടെ വാക്കുക കവിത തന്നെയാണ്? അയ്യപ്പ പണിക്കരുടേതാണ്. അപ്പം 2 കാര്യങ്ങൾ നമ്മൾ ഇവിടെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ. നന്മകളുമായി ബന്ധപ്പെട്ട അയ്യപ്പ പണിക്കരെ നമ്മൾ പറയേണ്ടതാണ്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടെവിട മക്കളെ, മേടെവിട മക്കളെ എന്ന് തുടങ്ങുന്ന കവിത അയ്യപ്പ പണിക്കരുടേതാണ്. നീതിക്കു വേണ്ടി കരഞ്ഞുഴഞ്ഞവേ, ഗീത ചൊല്ലിക്കേട്ടോർ അർജുനനല്ല ഞാൻ, അതും അയ്യപ്പ പണിക്കരുടേതാണ്. എന്തൊക്കെയാണ്? കാടെവിട മക്കളെ, മേടെവിട മക്കളെ. ഓക്കെ, കാടെവിട മക്കളെ, മേടെവിട മക്കളെ. നീതിക്കു വേണ്ടി, ഇതെല്ലാം ഡിഫറെന്റ് കവിതകളാണ്. നമ്മൾക്ക് ഈ ഒരു രീതിയിലാണ് ഇപ്രാവശ്യത്തെ ഒരു ട്രെൻഡിങ് വന്നിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഒന്ന് കൃത്യമായിട്ട് ഇന്ന് പഠിക്കുമല്ലോ. അതായത് ഗീത ചൊല്ലി കേട്ട ഒരു അർജുനനല്ല ഞാൻ എന്നത് അയ്യപ്പ പണിക്കരുടേതാണ്. കാടെവിടെ, മേടെവിടെ എന്നൊക്കെ ചോദിച്ചാലും അയ്യപ്പ പണിക്കരുടേതാണ്. ഇനി ONV കുറിപ്പുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ അഡീഷണലി ഇവിടെ പഠിച്ചു വെക്കണം. ഓപ്ഷനകത്ത് ONV കുറിപ്പ് ഉണ്ടായിരുന്നു. അതായത് ഒരെണ്ണം 4 ഉണ്ട് കേട്ടോ. അതായത് ഒരു ദിവസം ഭൂമി എന്ന ഈ വാടക വീട് ഒഴിഞ്ഞു പോകുമ്പോൾ എന്റെ ഏറ്റവും ചൈതന്യവത്തായ ഒരംശം ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു പോകും. അതാണ് എന്റെ കവിത. അപ്പം ONV കുറിപ്പിന് ഏറ്റവും കൂടുതൽ എന്തായിരുന്നു ഇമ്പോർട്ടൻസ്? കവിതകൾക്കായിരുന്നു താല്പര്യം. അതായത് ഈ വാടക വീട് ഒഴിഞ്ഞു പോകുമ്പോൾ ഏറ്റവും എന്റെ ചൈതന്യവത്തായിട്ടുള്ള ഒരു അംശം ഞാൻ ഇവിടെ ഉപേക്ഷിച്ചു പോകും, അതാണ് എന്റെ കവിത എന്ന വാക്കുകൾ ആരുടേതാണ്? ONV കുറിപ്പിൻ്റെതാണ്. മനസ്സിലായി? അപ്പം കവിതയ്ക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ആര് കൊടുത്തു? സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചു പോകുന്നോ, പിന്നെ മക്കളെ ഉപേക്ഷിച്ചു പോകുമോ, അതൊന്നുമല്ല. ഞാൻ എൻ്റെ ഒരു കാര്യം ഇവിടെ ഉപേക്ഷിച്ചു പോകും. അതെന്താണ്? അദ്ദേഹത്തിന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന കവിതയാണ് ONV കുറിപ്പ്. ഇനി അമ്പിളി ചിരിക്കും മാനത്ത്, ഇതൊക്കെ വായിക്കുവാണേ. തുമ്പ ചിരിക്കും താഴത്ത്, ഈ വരികൾ ആരുടേതെന്ന് ചോദിച്ചാലും അതും ONV കുറിപ്പിൻ്റെതാണ്. ആണോ? ഇന്ന് ONV കുറിപ്പിന്റെ ചരമദിനമാണ്. ഏത് ദിവസം? ഫെബ്രുവരി 13. ഫെബ്രുവരി 13 ചരമദിനം. ഓക്കെ, വെരി ഗുഡ്. ഇനിയും അമ്പിളി ചിരിക്കും മാനത്ത് തുമ്പ ചിരിക്കും താഴത്ത്, ഈ വരികൾ ആരുടേത്? ONV കുറിപ്പിൻ്റെത്.
അടുത്ത ഒരു ലൈനാണേ. നോവിന്റെ മുൾവേലിക്കുള്ളിലും എൻ ജീവിതം പൂവിന്റെ മന്ദസ്മിതം തുന്നുവാൻ തുടിക്കുന്നു. ആരുടെ വാക്കുകളോ? അതും ONVയുടെ കവിതയ്ക്കകത്ത് വരുന്നതാണ്. നോവിന്റെ മുൾവേലിക്കുള്ളിൽ. ഇപ്പൊ മുൾവേലിയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതായത് മുൾവേലിക്ക് അരികത്തായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ സംരക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ എപ്പോഴും മുൾവേലികൾ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ആ നോവിന്റെ മുൾവേലിക്കുള്ളിലും എൻ ജീവിതം പൂവിന്റെ മന്ദസ്മിതം തുന്നുവാൻ തുടിക്കുന്നു. എന്റെ ജീവിതം പൂവിന്റെ മന്ദസ്മിതം തുന്നുവാൻ, അതായത് മുൾവേലി നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. അപ്പം ആ ഒരു മുൾവേലി ഉണ്ട്, മുൾവേലിക്കകത്ത് നല്ല പൂവുണ്ട്, ആ പൂവിന്റെ മന്ദസ്മിതം തുന്നുവാൻ തുടിക്കുന്നു. ആ ഒരു ലൈൻസ് ആരുടേതാണോ? ONVയുടെ ലൈൻസ് ആണ്. അപ്പൊ ഇവരുടെയൊക്കെ ഒരു ഭാഷ അവതരിപ്പിക്കുന്ന രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും കറക്കി കുത്തി എഴുതാൻ പറ്റും ഓപ്ഷനിൽ. അപ്പൊ അതുകൊണ്ട് അവരുടെ ടൂൺസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട്, ഒന്നും അറിയത്തില്ലെങ്കിലും ഇവരുടെ ഒരു പ്രസന്റേഷൻ സ്റ്റൈൽ ഉണ്ട്, അത് വെച്ചിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ അടുത്താണ്, വസുതയുടെ വസ്ത്രം മുരിയുന്നു, വിപണികൾ ഇവ വിറ്റുമോന്തുന്നു. അതും ആരുടെ കവിതയാണോ? ONV കുറുപ്പിന്റെ. അപ്പൊ ഇവിടെ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, അദ്ദേഹം കവിത ഇവിടെ ഉപേക്ഷിച്ച് പോകും എന്നിട്ടുള്ള രീതിയിൽ ഒരെണ്ണത്തിനകത്ത് പറയുന്നുണ്ട്. പിന്നെ അമ്പിളി ചിരിക്കും മാനത്ത്, താഴെ ആര് ചിരിക്കും? തുമ്പയുടെ കാര്യം പറയുന്നുണ്ട്. അതായത് ചന്ദ്രന്റെയും തുമ്പയുടെയും കാര്യം പറയുന്നുണ്ട്. പിന്നെ മുൾവേലിയുടെയും പൂവിന്റെയും കാര്യം പറയുന്നുണ്ട്. വസുതയുടെ വസ്ത്രം മുരിയുന്നു, വിപണികൾ ഇവ വിറ്റുമോന്തുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ONV കുറിപ്പ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് അയ്യപ്പ പണിക്കർ റിലേറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ 3 കണ്ടന്റ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചോദ്യം തന്നെയാണ്. നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തി കീറാൻ കൊക്കിന് കഴിയട്ടെ. അത് അയ്യപ്പ പണിക്കർ. അപ്പൊ നന്മകളും തിന്മകളുമായി ബന്ധപ്പെട്ട് നാക്കും കൊക്കുമായിട്ട് കമ്പയർ ചെയ്തത് അയ്യപ്പ പണിക്കറാണ്. ഇനി അടുത്തതായിട്ട് കാടും മേടുമായിട്ട് മക്കളെ വെച്ചിട്ട് പറയുന്നു. നീതിക്ക് വേണ്ടി കരഞ്ഞു ഉഴയവേ ഗീതയും അർജുനൻ, അതായത് ഭഗവത്ഗീത കേട്ട അർജുനനല്ല ഞാൻ എന്നിട്ടുള്ള രീതിയിലാണ് അയ്യപ്പ പണിക്കർ അവതരിപ്പിക്കുന്നത്. അപ്പൊ അത് 3 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാടെവിടെ, നീതിക്ക് വേണ്ടി കരഞ്ഞ ഗീത കേട്ടോര് അർജുനനല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അയ്യപ്പ പണിക്കർ. ONV കുറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നു. അദ്ദേഹം ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാലും കവിത ഇവിടെ തന്നെ കാണും. പിന്നെ അമ്പിളിയുടേതും തുമ്പയുടേതും കാര്യം പറയുന്നു. മുൾവേലിയും പൂവിന്റെ മന്ദസ്മിതവും പറയുന്നു. പിന്നെ വസുതയുടെ വസ്ത്രം മുരിയുന്നു, വിപണികൾ വിറ്റുമോന്തുന്നു. ഇവ വിറ്റുമോന്തുന്നു. അപ്പൊ ഇത്രയും ആരുടേതാണോ? ONV കുറിപ്പ്. നമ്മുടെ ഓപ്ഷനകത്തുള്ള 2 കണ്ടന്റ് ആണ് എടുത്തത്. പിന്നെ വള്ളത്തോളിന്റെ ഒക്കെ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്. പൊരാ നാളിൽ അത്, പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വള്ളത്തോളിന്റെ ഒക്കെ അത്യാവശ്യം ലൈൻസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുന്നത് അയ്യപ്പ പണിക്കറിന്റെയും ONV കുറിപ്പിന്റേതുമാണ്. നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് ഇത് പഠിച്ചു വെച്ചിരിക്കണം. അടുത്തിലേക്ക് പോട്ടെ. ഓക്കെ, കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേത രക്താണുക്കൾ ഏത്? നീ ഒരാൾക്ക് സി ആയ എല്ലാവർക്കും സി ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഫാഗോസൈറ്റോസിസ്. അറിയാമോ? ഈ കണ്ടന്റ് ഒക്കെ ഓർമ്മയുണ്ടോ, അതോ ഇനി നോക്കണോ? ഒത്തിരി ശരിക്കും പറഞ്ഞാൽ റിവിഷൻ ചെയ്യാൻ ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട് അല്ലേ? ഇതൊക്കെ മറന്നു പോയിട്ടില്ലേ? പരീക്ഷയ്ക്ക് വേണ്ടി അന്ന് പഠിച്ചു വെച്ചു, പിന്നെ വീണ്ടും മറന്നു പോകുന്ന രീതിയിലല്ലേ? അപ്പൊ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഒന്നേന്നും പറഞ്ഞ് തുടങ്ങേണ്ട ഗതികേട് തന്നെയാണ്. നമ്മളെല്ലാം നന്നായിട്ട് വായിച്ചെങ്കിലേ ഓർമ്മ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ പണ്ട് LDCക്ക് പഠിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കാതെ ഇരിക്കരുത്. വെറും മണ്ടത്തരമാണ് കാണിക്കുന്നത്. അത് ഞാൻ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തപ്പോഴാണ് മനസ്സിലായത്. പലതും ടച്ച് വിട്ടുപോയി. ഏത് ടോപ്പിക് ആണെന്ന് പോലും നമ്മൾ കൺഫ്യൂസ്ഡ് ആയിപ്പോ. പണ്ടെന്ന് പറഞ്ഞാൽ SRT എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന ടോപ്പിക് ആണ് എന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നല്ല അവയർനെസ് ആയിരുന്നു. പക്ഷെ ഒരു പരീക്ഷ കഴിഞ്ഞു അല്ലെങ്കിൽ വേറൊരു ഡിഗ്രി ലെവൽസിലേക്ക് മാറുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ഒന്ന് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവുന്നത് കൊണ്ട് കണ്ടന്റ് എവിടാണെന്ന് തപ്പിപ്പിടിക്കാനും ഇപ്പൊ ഇച്ചിരി നല്ല ടൈറ്റ് ആണ്. ഓക്കെ, പഠിക്കാം.
ഇപ്പൊ ഞാൻ എന്തായാലും ഇതിനകത്ത് മിക്സ്ഡ് വേർഷൻ ആണ് നേരത്തെ പോലെ എടുക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ മാറ്റിയിട്ട് ഈ ഒരു രീതിയിൽ എടുക്കുന്നത്. അപ്പൊ അതാകുമ്പം ഇപ്പൊ നിങ്ങൾക്ക് കുറെ ചാർട്ട്സ് കിട്ടി, അപ്പൊ അത് കൃത്യമായിട്ട് അങ്ങ് പഠിക്കും. അതാകുമ്പോൾ നമുക്ക് ടോപ്പിക്ക് ബോറില്ലാതെ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശ്വേത രക്താണുക്കളുമായി ബന്ധപ്പെട്ട കാര്യമാണ് പഠിക്കുന്നത്. അപ്പം എന്താണ് ശ്വേത രക്താണുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന WBC ആണോ, വൈറ്റ് ബ്ലഡ് സെൽസ്, WB. അതായത് നമ്മളുടെ ശരീരത്തിൽ എന്ത് നൽകുന്നു, രോഗപ്രതിരോധ ശേഷി നൽകുന്നതാണ് ഏത്, ഈ ശ്വേത രക്താണുക്കൾ എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഈ ന്യൂട്രോഫിൽ എന്ന് പറയുന്നതും ബേസോഫിൽ, നോർമലി നമ്മൾ എടുക്കുന്ന സമയത്ത് ശ്വേത രക്താണുക്കൾ എത്രണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രണ്ണം പറയണം, 5 എണ്ണം പറയണം. എത്രണ്ണം പറയണം, 5 എണ്ണം. ഫസ്റ്റ് വൺ ന്യൂട്രോഫില, then basophilia, then eosinophila. Neutro, baso, eosinophila, then monocyte, lymphocyte. അപ്പൊ മോണ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിഴുങ്ങുന്നുണ്ട്. മോണ കൊണ്ട് വിഴുങ്ങുന്നു നോക്കാം. അപ്പൊ രോഗാണുക്കളെ വിഴുങ്ങുന്നു മോണോസൈറ്റ്. ഇനിയും ഈ വിഴുങ്ങി നശിപ്പിക്കുന്നത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഫാഗോസൈറ്റ് എന്നൊക്കെ പറയും അല്ലെ. ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു ന്യൂട്രോഫിൽ ഉണ്ട്, ന്യൂട്രോഫിൽ. അപ്പം എന്തൊക്കെ വരുന്നുണ്ട്, മോണ കൊണ്ട് വിഴുങ്ങുന്നു എന്ന് ഓർക്കാം. അപ്പം മോണോസൈറ്റ്, ദെൻ ന്യൂട്രോഫിൽ. ഓക്കെ, ഒന്നുകൂടെ നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേത രക്താണുക്കൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടാണ് പറയേണ്ടത്, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ മോണോസൈറ്റും ന്യൂട്രോഫിലും, ഈസി ആയിട്ട് കിട്ടിയില്ലേ, ന്യൂട്രോഫിലും മോണോസൈറ്റും. അതായത് ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ഇവിടെ എന്ത് പറഞ്ഞു, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ഓക്കെ അല്ലേ? ഒരു സെക്കൻഡ്, ഒരു കുട്ടിയുടെ ചോദിച്ചു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ലിംബോസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വരും, ലിംബോസൈറ്റ് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നതാണ് ഏത്, ലിംബോസൈറ്റ്. പ്രത്യേകം തിരിച്ചറിയുന്നു, സ്പെസിഫൈ ചെയ്ത്. നമ്മളിപ്പം ഓരോ രോഗത്തിനും ഓരോ ഡോക്ടർമാരെ കാണാൻ പറയുന്നത് പോലെ എല്ലിന്റെ ഒരു ഡോക്ടർ, പല്ലിന്റെ ഒരു ഡോക്ടർ, അങ്ങനെ ഓരോരോ ഡോക്ടേഴ്സ് സെപ്പറേറ്റ് പറയുന്നത് പോലെ നമ്മുടെ രോഗാണു ഏതാണോ അതിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ് ഈ പറയുന്നത് പോലെ അതിനെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നതാണ് ഏത് റിലേറ്റ് ചെയ്ത് പറയുന്നത്, ഇതിനകത്ത് പറയുന്നത്. ഇതിന് ഗോ ലൈവിൽ കൂടെ വന്നാൽ മതി. ഫോക്കസ് ഏരിയ എടുക്കുക, ഗോ ലൈവിൽ കൂടെ വരും. ഓക്കെ, ലിംബോസൈറ്റ്. ഇനി നമുക്ക് അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്നോഫിൽ. അതായത് ഈസ്നോഫീലിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏത് വേണം പറയാൻ വേണ്ടിയിട്ട്, അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാകുന്നുണ്ട്. വീങ്ങൽ പ്രതികരണവുമായി ബന്ധപ്പെട്ട് പ്രതികരണത്തിന് ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈസ്നോഫിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്, അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാകുന്നുണ്ട്. വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമാണ്. അതായത് നമ്മളിപ്പം ഒരു തുമ്മുവാണെന്ന് വിചാരിച്ചോ, ഒരു ഡസ്റ്റ് അലർജി കൊണ്ട് നമ്മൾ തുമ്മുവാണ്, അപ്പൊ നമ്മുടെ ചിലപ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ ഒരു വല്ലാതാവുന്നു, അല്ലെങ്കിൽ നമ്മളെ ഒരു പുഴു ഉറുത്തുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഭാഗം വീങ്ങുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഡിഫറെന്റ് പ്രോസസ്സ് വരുന്നില്ലേ. അപ്പൊ അത് നമ്മുടെ ശരീരത്തിലെ WBCയിൽ ഏത് ആക്ടിവേറ്റ് ആവുന്നതാണ്,
ഈ ഈസ്നോഫിലാണ് അതിനെതിരെ പ്രതികരിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾക്ക് പറയുന്നുണ്ട് ഈ സംഭവം നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ട്, അതിനെതിരെ ഇത് രാസവസ്തുക്കളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് അങ്ങനെയുള്ള വീങ്ങൽ പ്രതികരണം ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ മീനു? ഓക്കെ, ഇനി നമുക്ക് ഈ ഇപ്പൊ ഇത്രയും കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം. WBC എന്ന് പറയുന്ന സംഭവത്തിനെ നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിനകത്ത് 2 എണ്ണമാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഈ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? വിഴുങ്ങി നശിപ്പിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ വിഴുങ്ങി നശിപ്പിക്കുന്നതിനകത്ത് നമ്മൾ മോണ കൊണ്ട് വിഴുങ്ങുന്നു, സോ മോണോസൈറ്റ് പറയുന്നുണ്ട്. പിന്നെ ന്യൂട്രലാണ് വിഴുങ്ങുന്നത്. ഇപ്പൊ ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ, ചില അമ്മൂമ്മമാരൊക്കെ നൈസായിട്ടിരുന്ന് വിഴുങ്ങും, ന്യൂട്രൽ അങ്ങ് വിഴുങ്ങുക എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ മോണോസൈറ്റ്, ന്യൂട്രൽ, എന്തായാലും പറഞ്ഞ പേര് ന്യൂട്രോഫില്, ന്യൂട്രൽ അങ്ങ് വിഴുങ്ങുന്നു എന്നിട്ടുള്ള രീതിയിൽ. അപ്പൊ അത് രണ്ടുകൂടെ അങ്ങ് കണക്ട് ചെയ്യാം. ഇനി അടുത്ത ഒരെണ്ണമാണ് ഏത്? ലിംബോസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരിക്കും ഏത് രോഗാണുമാണ്, ബാക്ടീരിയ ആണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ, അതിനെതിരെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ലിംബോസൈറ്റ്. സ്പെസിഫൈ ചെയ്ത് വരുന്നതാണ് ലിംബോസൈറ്റ്. ഈസ്നോഫിൽ ആണെങ്കിൽ എന്ത് പറയും? ഈസ്നോഫിൽ ആണെങ്കിൽ വീങ്ങൽ പ്രതികരണവുമായി ബന്ധപ്പെട്ട് പറയും, വീങ്ങൽ പ്രതികരണം. ഇനി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന WBC മൊത്തം ഉണ്ടല്ലോ, ഈ മൊത്തത്തിലുള്ള WBCനെ ഫുൾ ആയിട്ട് ഉത്തേജിപ്പിക്കുന്നത് ആരാണ്? ബേസ് ആ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിപ്പം ഒരു പെയിന്റിന്റെ കളർ ചെയ്യുക, ആ ഒരു ബേസ് കളറിലായിരിക്കും എല്ലാം ആഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ ഈ WBCയുടെ ബേസ് ആണ് ബേസോഫിൽ. ബാക്കിയുള്ളതിനെ ഇൻസ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ ഒന്ന് പ്രൊവോക്ക് ചെയ്യുന്നു, രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു, ഇതെല്ലാ കാര്യങ്ങൾ ചെയ്യുന്നു ആരാണ്? ബേസോഫിൽ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, WBC എന്ന് പറയുന്ന സംഭവത്തിനെ നമ്മൾ എത്ര ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു? 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതിനകത്ത് ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞത് മോണ കൊണ്ട് ന്യൂട്രലിൽ വിഴുങ്ങുന്നു എന്ന് ഓർത്തു വെച്ചേക്കുക. ക്ലിയർ ആണോ അത്? ഇനി നമുക്ക് ആരാണ് ബാക്കി ഉള്ളതിനെ ഉത്തേജിപ്പിക്കുന്നത്? ബേസ് ആണ്, ബേസോഫിലാണ് ഉത്തേജിപ്പിക്കുന്നത്. അടുത്തത് ലിംബോസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രോഗാണുക്കളെ, അത് വൈറസ് ആണോ, ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ സെപ്പറേറ്റ് തിരിച്ചറിയുന്നു ലിംബോസൈറ്റ്. ഇനി പറഞ്ഞുകൊണ്ട് ഏത്? ഈസ്നോഫിൽ എന്ന് പറയുന്ന സംഭവം എന്ത് റിലേറ്റ് ചെയ്തിട്ടാ പറയുന്നത്? ഈസ്നോഫില അത് നമ്മളുടെ വീങ്ങൽ പ്രതികരണവുമായി ബന്ധപ്പെട്ട് ശരീരത്തിലുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി ഇത് ഉറക്കത്തിൽ പോലും മറക്കത്തില്ലല്ലോ. ന്യൂട്രോഫില്, മോണോസൈറ്റ്, ഫാഗോസ്. ഇനിയിപ്പോ പരീക്ഷയ്ക്ക് സമയത്ത് നോക്കിച്ചാൽ മതി. അപ്പൊ അത്രത്തോളം മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടോ ഞാൻ ഈ പറഞ്ഞ ആ ഒരു WBC എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള്? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മൾ IT ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു നെറ്റ്വർക്ക് ഹബിന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏത്? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഇത് പ്രൊവിഷണൽ കീയിൽ തെറ്റുണ്ടായിരുന്നു ഇതിന്റെ ആൻസർ. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. ഡേറ്റ പാക്കറ്റുകൾ സ്വീകർത്താവിന് മാത്രം അയക്കുന്നു. ഹബിന് ഒരു ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പോർട്ടുമാണ് ഉള്ളത്. ആൻസർ അറിയാം? രണ്ടും മൂന്നും പറയുന്നു. സി പറയുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ഹബ്ബ്, എന്താണ് സ്വിച്ച്, എന്താണ് അത് ഇത് എന്നൊക്കെ ഉള്ളത് അറിയാമോ? കാര്യം ഇതില്ലാതെ ഒരു പരീക്ഷയും ഇല്ല. ബേസിക്കലി നമ്മൾ ഇത് കാര്യങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പൊ ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറെയും, അതായത് നമ്മളിപ്പം ഒരു ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നമ്മൾക്ക് ഇവിടെ ഒരു ലാപ്ടോപ്പ്, ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ഒരു ഓഫീസ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഓഫീസിലെല്ലാം കേബിൾ വെച്ചിട്ടായിരിക്കും അവിടുത്തെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ലാൻഡ് നെറ്റ്വർക്ക് ആയിട്ട് വിചാരിക്കുക. അപ്പൊ അവിടെ എല്ലാം എന്തുണ്ട്? കേബിൾ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ശൃംഖലയ്ക്ക് നമ്മൾ പറയുന്ന പേരെന്തുവാ? വയേർഡ് ശൃംഖല എന്നാ പറയുന്നത്. എന്താ?
വയേർഡ് ശൃംഖല എന്നാ പറയുന്നത്. അപ്പൊ നമ്മളിപ്പം പിന്നെ ഈ ഒരു നമ്മളുടെ ഒരു റൂമിൽ സ്വിച്ച് ഉണ്ടായിരിക്കും, അപ്പുറത്തെ റൂമിലും സ്വിച്ച് ഉണ്ടായിരിക്കും. പക്ഷേ ഒരു സെപ്പറേറ്റ് സ്വിച്ച് നമുക്ക് ഒരു പ്രത്യേക ഹബ്ബ് കാണും. അതായത് മൊത്തം കൂടെ കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവം. അതായത് നമ്മൾക്ക് മെയിൻ ആയിട്ട്, അതായത് ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വീട്ടിലെ എല്ലാ ലൈറ്റും കത്തുന്ന ഒരു സംഭവം വരത്തില്ലേ? അതായത് നമ്മുടെ വെളിയിലത്തേതും അകത്തേതും എല്ലാം കത്തുന്ന ഒരു ഒറ്റ സ്വിച്ച്, അത് നിങ്ങൾക്ക് അറിയത്തില്ലേ? അപ്പൊ അതിനായിട്ട് നമ്മൾ ഹബ്ബായിട്ട് ജസ്റ്റ് ഇമാജിൻ ചെയ്യും. ഓക്കെ, സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് വെക്കുന്നു. ആ, മനസ്സിലായോ? ആ മാസ്റ്റർ സ്വിച്ച് എന്ന് പറയുന്നത് പോലെ. അപ്പൊ ഈ ഹബ്ബ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, കുറെ അധികം കമ്പ്യൂട്ടറിനെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതാണ് ഹബ്ബ് എന്ന് പറയുന്നത്. കുറെ ഉപകരണങ്ങളെ ഇങ്ങനെ നമ്മളിങ്ങനെ വയേർഡ് ശൃംഖലയിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ചെറുതും വലുതുമായ നിഷ്ക്രിയവും വില കുറഞ്ഞതുമായിട്ടുള്ള ഉപകരണമാണ് ഇത്. ചെറുതാണ്, ലളിതമാണ്, നിഷ്ക്രിയമാണ്, വില കുറഞ്ഞതാണ്. അതായത് ഇതിന്റെ ഒരു ചിലവ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീപ്പാണ്. ദാറ്റ്സ് ഓൾ. കമ്പ്യൂട്ടറുകളെ ഹബ്ബിലെ പോർട്ട് വഴി എന്ത് വഴിയിട്ടാണ് കണക്ട് ചെയ്യുന്നത്? ഏത് വഴിയിട്ട് കണക്ട് ചെയ്യുന്നു? പോർട്ട് ഉപയോഗിച്ച്. ഏത് കേബിൾ ഉപയോഗിച്ച്? ആ കേബിളിന്റെ പേര് പഠിച്ചു വെക്കണം. ആ റിലേറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ. എതർനെറ്റ് കേബിൾ. ആ കേബിളിന്റെ പേരാണ് എതർനെറ്റ് കേബിൾ. എന്ത് കേബിൾ ഉപയോഗിച്ചിട്ട്? അതായത് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നമ്മൾക്ക് കുറേയധികം കമ്പ്യൂട്ടറുകൾ ഇവിടെ ഇപ്പോൾ ഉണ്ട്. ആ കമ്പ്യൂട്ടറിനെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പോർട്ട് ഓരോ കമ്പ്യൂട്ടറിന്റെയും പോർട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പം ഏത് കേബിൾ ഉപയോഗിച്ച്? എതർനെറ്റ് കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു. ക്ലിയർ? അപ്പൊ അവിടം വരെ മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഇപ്പൊ ഇതിനകത്തോട്ട് നമ്മൾ കയറ്റി കൊടുത്തു. ഇവിടെ ഒന്നാമത്തെ കമ്പ്യൂട്ടറിന്റെ, ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ, ഇത് നാലാമത്തെ, ഇത് അഞ്ചാമത്തെ, ഇങ്ങനെ നമ്മൾ ഓരോ പോർട്ട് വഴിയിട്ട് ഓരോ കേബിളും ഇവിടെ കൊണ്ടുവന്ന് കുത്തും. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഇത് ഒന്നാമത്തെ കമ്പ്യൂട്ടർ ഇങ്ങോട്ട് വരും, രണ്ടാമത്തെ ഇങ്ങോട്ട് വരും, മൂന്നാമത്തെ ഇങ്ങോട്ട് വരും, നാലാമത്തെ ഇങ്ങോട്ട് വരും. ഇങ്ങനെ ഈ ഓരോ പോർട്ടിലും കൊണ്ടുവന്ന് കണക്ട് ചെയ്യും. ദാറ്റ് ഈസ് എ ഹബ്ബ്. ക്ലിയർ? മനസ്സിലായി? ഇപ്പൊ ഇവിടെ ഒരു 5 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു 5 പോർട്ടും കാണും, 5 എതർനെറ്റ് കേബിളും കാണും. ആ കേബിൾ കൊണ്ടുവന്ന് ഇവിടോട്ട് ആ പോർട്ടിലോട്ട് കണക്ട് ചെയ്യും. ക്ലിയർ? ഇപ്പം അതായത് അതിനേക്കാൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ, നമ്മളിപ്പോ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് എടുക്കുക. ആ എക്സ്റ്റൻഷൻ ബോർഡിനകത്ത് നമ്മൾ ചിലപ്പോൾ മൊബൈൽ കുത്തും, ലാപ്ടോപ്പ് കുത്തും, ചിലപ്പോൾ ലൈറ്റ് കുത്തും, ചിലപ്പോൾ നെബുലൈസർ കുത്തും എന്ന് പറയുന്നത് പോലെയുള്ളൂ ഈ ഒരു സംഭവം. ആ രീതിയിൽ നിങ്ങൾ കണ്ടിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. കുറെ അധികം ബോർഡ് ഇങ്ങനെ ഉണ്ട് കുത്തി വെക്കാൻ വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ വരെ മനസ്സിലായല്ലോ. അപ്പൊ ഏത് ഉപയോഗിച്ച് ഇവിടെ ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയണം നിജിന? എതർനെറ്റ് കേബിൾ ഉപയോഗിച്ചിട്ടാണ്. ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങൾ, അപ്പം അതായത് ഈ ഒരു ഹബ്ബ് എന്ന് പറഞ്ഞ സംഭവം മെയിൻ ആയിട്ടുള്ള ഹബ്ബ് എന്ന് വിചാരിച്ചോ. ആ ഹബ്ബിലേക്ക് വരുന്ന വിവരങ്ങളുടെ പകർപ്പുകൾ പ്രസ്തുത ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിലേക്കാണോ പോകുന്നത്? ഇല്ല, എല്ലായിടത്തും ഓട്ടോമാറ്റിക്കലി അങ്ങ് പോകും. അതായത് ഇവിടെ 5 സിസ്റ്റം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 സിസ്റ്റത്തിലേക്കും എന്ത് ചെയ്യും? ഡേറ്റ അങ്ങ് ട്രാൻസ്ഫർ ചെയ്യും. പറഞ്ഞ മനസ്സിലായത്? അതായത് ഈ ഹബിനകത്തോട്ടേക്ക് എന്ത് സംഭവം വന്നാലും ഈ ട്രാൻസ്ഫർ ടു ഇതിനകത്ത് എത്ര കണക്ഷൻസ് ഉണ്ടോ ആ കണക്ഷൻസിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകും. അതൊക്കെയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. കാര്യം ഇവിടെ ഇതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം, എന്നാലേ അടുത്തടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇച്ചിരി ടൈം എടുത്തിട്ടായാലും പിന്നെ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ചോദ്യം ഉറപ്പാണ്. ഇപ്രാവശ്യം ഒരു പരീക്ഷയ്ക്കകത്ത് തന്നെ രണ്ട് മാർക്കിന് ചോദ്യങ്ങൾ വെച്ചിട്ടാണ് ഇതിന്റെ വന്നിരിക്കുന്നത് ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, അപ്പം ഇത് ഇത്രയും മനസ്സിലായോ? ഹബ്ബ് ചെയ്യുന്ന കാര്യം എന്താണ് എന്നിട്ടുള്ള കാര്യം ഇവിടം വരെ. ഇനി ഓരോ കമ്പ്യൂട്ടറിനും, അപ്പൊ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഫസ്റ്റ് കമ്പ്യൂട്ടർ അവരുടെ ഡേറ്റ പാക്കുകൾ തിരിച്ചറിയാനുള്ള ബാധ്യതയുണ്ട്. ഇപ്പൊ നമ്മളിപ്പം നിമിഷ ഒരു ഫയലിനകത്ത് ഇരിക്കുവാണ്. അപ്പൊ അവിടെ വരുന്ന കാര്യങ്ങൾ നിമിഷ അക്കൗണ്ട്സിലായിരിക്കുന്നെങ്കിൽ അക്കൗണ്ട്സിലെ കാര്യങ്ങൾ മാത്രം നിമിഷ ചെയ്താൽ മതി. ഇനിയും ധനുഷ ഇരിക്കുന്നത് മാർക്കറ്റിംഗിലാണെങ്കിൽ മാർക്കറ്റിംഗിലെ കാര്യം മാത്രം ചെയ്താൽ മതി. ഇനിയും ശില്പ ആണെങ്കിൽ HRD റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. കറസ്പോണ്ടിങ് ആയിട്ട് ഇതെല്ലാം ഒരിടത്ത് വരുമെങ്കിൽ പോലും നമ്മൾക്ക് വരുന്ന ഡേറ്റാസിനെ ആ കമ്പ്യൂട്ടർ തിരിച്ചറിയാനുള്ള ബാധ്യത, അതായത് ഓരോ കമ്പ്യൂട്ടറിനും അവരവരുടെ ഡേറ്റ പാക്കറ്റുകൾ
തിരിച്ചറിയാനുള്ള ബാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എന്ന് വേണം പറയാം. ഒരു കമ്പ്യൂട്ടറിനെ ഉദ്ദേശിച്ച് അയച്ച പാക്കറ്റുകൾ അവ തന്നെ സ്വീകരിക്കേണ്ടതും മറ്റു കമ്പ്യൂട്ടറുകൾ അത് തിരസ്കരിക്കേണ്ടതും ആണ്. അപ്പൊ എല്ലായിടത്തേക്കും ഡേറ്റ എത്തുമോ എന്ന് ചോദിച്ചാൽ എത്തും. വേണ്ടത് അവരവരെ വേണ്ടത് എടുക്കുക. അതായത് കൊച്ചുങ്ങളെയൊക്കെ പറക്കി തിരക്കി വെക്കുന്നത് പോലെ അവരവരുടെ കൊച്ചുങ്ങളെ അവരവർ എടുത്തുകൊണ്ട് പോരുക എന്ന് പറഞ്ഞാൽ അവരവർക്ക് വേണ്ട ഡേറ്റാസ്, അവരവരുടെ ജോലിക്ക് വേണ്ട കാര്യങ്ങൾ അവരവർ തന്നെ തിരച്ചെടുക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹബ്ബ്. അപ്പം കമ്പ്യൂട്ടർ ശൃംഖലയിലെ എല്ലാ ഉപകരണങ്ങളിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഡേറ്റ അയക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും ഈ ഒരു പാത്ത് എന്തായിരിക്കും? ഭയങ്കര ബിസി ആയിരിക്കും. ഈ എപ്പോഴും ഇങ്ങനെ ഇവിടെ ഒരു HR ആണെന്ന് വിചാരിക്കുക, ഇവിടെ അക്കൗണ്ട്സ് ആണ്, ഇവിടെ മാർക്കറ്റിംഗ് ആണ്. അപ്പൊ ഇവിടെ നിന്നെല്ലാം ഡേറ്റാസ് ഇങ്ങനെ പാസ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ട്രാഫിക് എപ്പോഴും ഭയങ്കര ബിസി ആയിരിക്കും. ആ ഒരു ഡേറ്റയുടെ ആ കേബിൾ, നമ്മൾ ഈ കേബിൾ വഴി ആയതുകൊണ്ടാണ് ഇതൊന്നും മനസ്സിലാവാത്തത്. ഇപ്പം തന്നെ നമ്മൾ ചില കണക്ഷൻസ് വിളിക്കുന്ന സമയത്ത് ഫോണിനകത്ത് ബിസിയാണ്, നെറ്റ്വർക്ക് ബിസിയാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കത്തില്ലേ? ലൈക്ക് വൈസ് ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റാത്ത ഒരു പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ശൃംഖല തിരക്കേറിയതായി തീരുകയും ഡേറ്റ കൈമാറാനുള്ള ബാൻഡ് വിഡ്ത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുകയും ചെയ്യുന്നു. ഇതാണ് ഹബിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നമ്മൾക്കൊരു 5 ലാപ്ടോപ്പോ 5 കമ്പ്യൂട്ടറോ നമ്മൾ ഒരു റൂമിനകത്ത് കണക്ട് ചെയ്ത് എതർനെറ്റ് കേബിൾ വഴിയിട്ട് കണക്ട് ചെയ്ത് ഒരു പോർട്ട് വഴിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ ഈ ഹബിനകത്തോട്ട് എന്ത് വന്നാലും ഈ 5 സംഭവങ്ങളും റിസീവ് ചെയ്യും. പക്ഷേ അവരവർക്ക് വേണ്ടത് മാത്രമേ റിസീവ് ചെയ്യാവൂ, ബാലൻസ് എല്ലാം തിരസ്കരിക്കേണ്ടതാണ്. ഇത്രേ ഉള്ളൂ ഇതിന്റെ കാര്യം. പക്ഷെ എപ്പോഴും ഡേറ്റ എന്തായിരിക്കും? ഈ ഒരു പോർട്ട് എപ്പോഴും ബിസി ആയിരിക്കും. കാര്യം എല്ലായിടത്തുനിന്നും ഡേറ്റാസ് ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാൻഡ് വിഡ്ത്ത് ഭയങ്കര രീതിയിൽ അങ്ങ് കുറയും. ഇപ്പൊ ഇത് മനസ്സിലായോ എന്താ സംഭവം? എല്ലായിടത്തേക്കും പോകും, വേണ്ടത് അവരവർക്ക് അനുസരിച്ചിട്ട് എടുക്കും. അപ്പൊ ഈ ചോദ്യം നോക്കിയിട്ട് പറഞ്ഞു. ഡേറ്റ പാക്കറ്റുകൾ സ്വീകർത്താവിന് മാത്രം അയക്കുന്നു, ശരിയാണോ? അല്ല. പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു. അത് ശരിയാണോ? ആണ്. ഒരു ഇൻപുട്ട് പോർട്ടും ഔട്ട്പുട്ട് പോർട്ടും മാത്രമാണോ ഉള്ളത് ഹബിന്? ഒരെണ്ണം മാത്രമാണോ ഉള്ളത്? ലോട്ട് ഓഫ്, ധാരാളമുണ്ട്. അപ്പം ഇത് തെറ്റാണ്. അപ്പൊ ഇതിനകത്ത് ആൻസർ ഏത് വരും? ഹബിന് ഒരു ഇൻപുട്ട് പോർട്ടും ഔട്ട്പുട്ട് പോർട്ടും മാത്രമല്ല ഉള്ളത്, എല്ലാ ഉപകരണങ്ങളെയും ആ ഒരു ഹബിനകത്തോട്ട് കൊണ്ടുവന്നാണ് കണക്ട് ചെയ്യുന്നത്. എതർനെറ്റ് കേബിൾ ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇത് മനസ്സിലായോ ഇപ്പം? അപ്പൊ ഇനി ഹബ് റിലേറ്റ് ചെയ്ത് സംശയം വരുമോ? ഹബ് എന്ന് പറയുമ്പോഴേ ഇങ്ങനെ ഒരു ഇത് വരച്ചു വെച്ചിട്ട് കുറച്ച് പോർട്ടും അതിനകത്ത് തന്നെ അങ്ങ് വരച്ചു വെക്കണം, കുറച്ചേറെ പോർട്ടും അങ്ങ് വരച്ചു വെക്കണം. എന്നിട്ട് ഇതിനകത്തോട്ട് ഓരോന്നിനകത്തോട്ടും എല്ലാത്തിനകത്തോട്ടും വരും. എന്നിട്ടുള്ള ആ ഒരു കണ്ടന്റ് നമ്മുടെ മനസ്സിലേക്ക് ഇൻബിൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തെറ്റത്തില്ല. ഇപ്പൊ മനസ്സിലായി? നമ്മുടെ ഇനി അടുത്തത് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യം? ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗം ഏത്? ഗ്രാഫ്സ്, മാത്തമാറ്റിക്കൽ പാക്കേജ്, ഫങ്ഷൻസ്, ബോക്സ്. എന്ത് ചെയ്യും? ഇത് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ വായിച്ചിട്ടില്ലെങ്കിൽ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി, സംശയപൂർവമായിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മൾ പഠിക്കാത്തത് കൊണ്ടുള്ള സംശയമാണ് അങ്ങനെ വരുന്നത്. അപ്പൊ എന്താണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തു പറയണം? സ്പ്രെഡ്ഷീറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തു പറയണം നമ്മള്? എന്തിനു വേണ്ടിയിട്ടാണ് സ്പ്രെഡ്ഷീറ്റ്? എക്സൽ ഷീറ്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതായത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഡേറ്റാസ് എടുക്കാം, ഒരു കമ്പനിയുടെ ഫുൾ ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം, സ്റ്റുഡൻസ് ലിസ്റ്റ് ചെയ്യാം, സ്കൂൾ മാനേജ്മെന്റിന്റെ ചെയ്യാം. അങ്ങനെ നമ്മൾക്ക് ഒരു അതായത് പിന്നെ റോസ് ആൻഡ് കോളംസിന്റെ ഒരു കളിയാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. അതായത് ഡേറ്റ എൻറ്റർ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും പിന്നെ താരതമ്യം ചെയ്യാനും ഗ്രാഫ് വേണമെങ്കിൽ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാനും എല്ലാം പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഏത്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് ഡേറ്റയുടെ കാൽക്കുലേഷൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ
എസ്. ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അതുപോലെ തന്നെ ഗ്രാഫ് ആയിട്ടോ ചാർട്ട് ആയിട്ടോ ഒക്കെ നമ്മൾക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പട്ടികയുടെ രൂപത്തിൽ വരികളും നിരകളുമായി ക്രമീകരിച്ചിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഡോക്യുമെന്റ് ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഒരു പട്ടികയുടെ രൂപത്തിൽ വരികളും നിരകളുമായി ക്രമീകരിച്ചിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഡോക്യുമെന്റ് ആണ് സ്പ്രെഡ്ഷീറ്റ്. ഇനി മാർക്ക് ലിസ്റ്റ് ആയാലും ഒരു ക്ലാസ്സിലെ ഹാജർ ഷീറ്റ് ആയാലും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് ആയാലും ഇനി കഴിഞ്ഞ വർഷത്തേതും ഈ വർഷത്തേതും തമ്മിൽ താരതമ്യം ചെയ്യുന്നതായാലും അങ്ങനെ നമുക്ക് ചാർട്ടോ ഫങ്ഷൻസോ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇനി അതുപോലെ തന്നെ നമ്മൾക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് സമ്മായിട്ട് കണ്ടിട്ടില്ലേ? അതായത് ഒരു 10-25 കാര്യങ്ങൾ ഒന്നിച്ച് ആ സെൽസിനകത്ത് എല്ലാം കൂടെ ചേർന്നിട്ട് ആഡ് ചെയ്യണമെങ്കിലോ സബ്ട്രാക്ട് ചെയ്യണമെങ്കിലോ മൈനസ് ചെയ്യണമെങ്കിലോ എന്ത് രീതിയിലുള്ള ഫങ്ഷൻസും ചെയ്യണമെങ്കിലും എന്തിനകത്ത് പറ്റും? ഈ സ്പ്രെഡ്ഷീറ്റിനകത്ത് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ആണ്. ഇനി നമുക്ക് നമ്മളിപ്പം ഒരു വാല്യൂ 20 എന്ന് കൊടുത്തു, പക്ഷെ നമ്മൾ ഇച്ചിരി കഴിഞ്ഞപ്പം എഡിറ്റ് ചെയ്തു 25. അപ്പം അതെവിടെ റിഫ്ലക്ട് ചെയ്തോളും? ഓട്ടോമാറ്റിക്കലി ആൻസറിനകത്ത് റിഫ്ലക്ട് ചെയ്തോളും. മനസ്സിലായോ? അതായത് ഞാൻ പറയാം 20 പ്ലസ് 30 മൈനസ് 25 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ നമ്മൾ ഡേറ്റ കൊടുത്തപ്പം ഇതിനനുസരിച്ചുള്ള ആൻസർ ആയിരിക്കും ഇവിടെ വന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മൾ 20 പകരം 2 നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി 2 മാറ്റിയപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും? ഉത്തരത്തിനകത്തും ആ മാറ്റം സംഭവിക്കും. മനസ്സിലായോ പറഞ്ഞ കാര്യം? അത് നമ്മൾ കണ്ടിട്ടില്ലേ? അതൊക്കെ ഏതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇത്. അതായത് നമ്മൾ ഡേറ്റയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ആൻസറിനകത്തും ഓട്ടോമാറ്റിക്കലി ഇതിന്റെ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? എസ് എന്നിട്ടുള്ള പേര് പറയണം. ഇനി നമുക്ക് ചിത്രരൂപത്തിൽ, ഇപ്പൊ ഇവിടെ നമ്മൾക്ക് ചോദ്യം വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? കണക്കുകൂട്ടലുകൾ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്തെന്നാണ് ചോദിച്ചത്. എന്താ? കണക്കുകൂട്ടൽ, കാൽക്കുലേഷൻ, കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ഫങ്ഷൻസ് ഉപയോഗിക്കും. ഈ സം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ഫങ്ഷൻ ആണ്, സം ഫങ്ഷൻ. ഇനി നമുക്ക് നോക്കാം, ഡേറ്റയിൽ മാറ്റം വന്നാൽ അത് നമ്മളിപ്പോ പറഞ്ഞു. ഈ നമ്മൾക്ക് ഇനി അടുത്തതായിട്ടൊരു ചോദ്യം ഇതിന്റെ കണക്റ്റഡ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും? സ്പ്രെഡ്ഷീറ്റിൽ ചിത്രരൂപത്തിൽ ഡേറ്റയെ വിശകലനം ചെയ്യാൻ എന്ത് യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ആൻസർ എന്ത് പറയണം? ചാർട്ടുകൾ, ചാർട്ട് എന്ന് പറയണം. മനസ്സിലായി? പിക്ചർ എന്നും ഒക്കെ ഓപ്ഷനകത്ത് കാണും, അത് എഴുതരുത്. ചാർട്ടായിട്ടാണ് ചിത്രരൂപത്തില് സ്പ്രെഡ്ഷീറ്റില് ഡേറ്റയെ വിശകലനം ചെയ്യാൻ നമ്മളിപ്പം ഫങ്ഷൻ എന്ന് പറഞ്ഞില്ലയോ, അതുപോലെ സ്പ്രെഡ്ഷീറ്റിനകത്തുള്ള ടെക്നിക്കൽ ടേം ആണ് ചാർട്ട്. ചിത്രരൂപത്തിൽ ഡേറ്റയെ വിശകലനം ചെയ്യാൻ സ്പ്രെഡ്ഷീറ്റിൽ ഉപയോഗിക്കുന്ന പേരിന് പറയുന്ന പേരാണ് ചാർട്ടുകൾ. മനസ്സിലാവുന്നുണ്ടോ അമ്മയാ? ദെൻ അലൈൻമെന്റ് ആയാലും നമ്മളിപ്പം ബോർഡറുകള്, സെല്ലുകളുടെ ലയനം, ഫോണ്ട് ക്രമീകരണങ്ങൾ തുടങ്ങിയ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് സവിശേഷതകൾ നൽകുന്നു. അപ്പം ഇത് ഏതുമായി ബന്ധപ്പെട്ടോ? ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിന്റെ അണ്ടറിലാണ് നമുക്ക് ഈ സെല്ലൊക്കെ ലയിക്കുന്നതും ഫോണ്ട് ക്രമീകരണങ്ങൾ ഇത് റിലേറ്റ് ചെയ്ത്. അപ്പൊ ടെക്സ്റ്റ് ഫോർമാറ്റിന്റെ അണ്ടർ ഞാൻ പറയുന്ന ആ മോഡിൽ നിന്ന് ശ്രദ്ധിക്കണം, എന്നാലേ അത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അതായത് ഒന്നുകൂടെ ഞാൻ പറയാം, അതായത് മനസ്സിലാവാത്തവരുണ്ടോ? അതായത് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആൻസർ ഇതിലേക്ക് വരണം. ചാർട്ട് എന്ന് ചോദിക്കുമ്പോൾ ചിത്രരൂപത്തിൽ എന്ന് പറയണം. ഇവിടെ എന്താണ്? ഫങ്ഷൻ ചോദിക്കുമ്പോൾ എന്താണ്? വിശകലനമായാലും കണക്ക് കൂട്ടലുകളായാലും ചോദിക്കും. ഇപ്പൊ മനസ്സിലായോ? അതായത് നമുക്ക് ചാർട്ട് എന്ന ഓപ്ഷനകത്ത് വരാം, ഇനിയും ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് വരാം, ഫങ്ഷൻ എന്ന് വരാം. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ചാർട്ട് ചോദിച്ചാൽ ചിത്രരൂപത്തിൽ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നു. കാര്യം ഈ ടേംസ് അതുപോലെ തന്നെ പഠിച്ചു വെക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കരുത്. കാര്യം ഓരോ സോഫ്റ്റ്വെയറിനകത്തും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. സ്പ്രെഡ്ഷീറ്റിനകത്ത് ചാർട്ട് എന്നാണ് ചിത്രരൂപത്തിലുള്ള കാര്യങ്ങളെ എല്ലാം അറിയപ്പെടുന്നത്. ഡേറ്റയെ വിശകലനം ചെയ്യാൻ വേണ്ടി, ചിത്രരൂപത്തിൽ ഡേറ്റയെ വിശകലനം ചെയ്യാൻ, അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിന്റെ അണ്ടറിൽ എന്ത് വരുന്നു? അലൈൻമെന്റ്. അതായത് നമുക്ക് ബോർഡറിനകത്ത് നമ്മൾക്ക് ടെക്സ്റ്റിനകത്ത് കുറച്ചുകൂടെ സൈസ് കൂട്ടി കൊടുക്കാം, അല്ലെങ്കിൽ സെല്ലൊക്കെ ഒന്ന് പിന്നെ അലൈൻ ചെയ്യാം, ഓർ ഫോണ്ട് കൂട്ടുകയോ ഫോണ്ട് മാറ്റുകയോ, അതെല്ലാം അത് ഏതിന്റെ അണ്ടറിൽ വരണം? അതിന്റെ പേര് നമ്മൾ ഇത് മാത്രമേ കൊടുക്കാവൂ.
ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് എന്ന് തന്നെ പറയണം. മനസ്സിലായോ? ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് എന്ന് തന്നെ പറയണം. എന്താണ്? അലൈൻമെന്റ്, ബോർഡർ, സെല്ലുകളുടെ ലയനം, ഫോണ്ട് ക്രമീകരണങ്ങൾ അതെല്ലാം ഏതിന്റെ അണ്ടറിൽ വരുന്നു? ടെക്സ്റ്റ് ഫോർമാറ്റിംഗിന്റെ അണ്ടറിൽ വരുന്നതാണ് ഏതിനകത്ത്? ഈ പറഞ്ഞിരിക്കുന്ന സ്പ്രെഡ്ഷീറ്റിനകത്ത്. മനസ്സിലായി? ഇത് ഓരോ സോഫ്റ്റ്വെയർക്കും ഓരോ ഡിഫറെന്റ് ടൈപ്സ് ആയിരിക്കും വരുന്നത്. ഇതുപോലെ ആയിരിക്കത്തില്ല ജിംബിനകത്ത് വരുന്നത്. സോ അതുകൊണ്ടാണ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗിന്റെ സ്പ്രെഡ്ഷീറ്റിന്റെ സവിശേഷത ആണ് അലൈനും ബോർഡറുകളും സെല്ലുകളുടെ ലയനവും ഫോണ്ടിന്റെ ക്രമീകരണവും എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഓപ്ഷനകത്ത് ഫംഗ്ഷൻ എന്ന് വന്നു. ഇനി ഫംഗ്ഷൻ വന്നിട്ടില്ല, പകരം നമുക്ക് സൂത്രവാക്യമാണെങ്കിലും എന്ത് കൊടുക്കാം? സൂത്രവാക്യത്തിന്റെ അവിടെ കൊടുക്കാം കേട്ടോ. ഫംഗ്ഷനുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണക്കൂട്ടലുകളും താരതമ്യങ്ങളും വിശകലനങ്ങളും ചെയ്യാം. സൂത്രവാക്യങ്ങൾ നോക്കിക്കേ, സൂത്രവാക്യങ്ങളാവാം അല്ലെങ്കിൽ ഫംഗ്ഷൻ ആവാം. അപ്പൊ ഇവിടെ ഓപ്ഷനകത്ത് നമുക്ക് ഗ്രാഫ്, മാത്തമാറ്റിക്കൽ പാക്കേജ്, ബോക്സ്, ഫംഗ്ഷൻസ് എന്നിട്ടായിരുന്നു ഓപ്ഷൻ വന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഓപ്ഷൻ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പൊ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് കാര്യം ഒന്നും ഇല്ല. ഫങ്ഷൻസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? കാൽക്കുലേഷൻസ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ്. ഇനി ഓപ്ഷനകത്ത് ഫംഗ്ഷൻ ഇല്ല, നമുക്ക് പകരം ഇക്വേഷൻ ആണ് എങ്കിൽ ഇസും അതും ഓക്കെ ആണ്. മനസ്സിലായോ? അപ്പൊ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിനകത്ത് ഫങ്ഷൻസ് ആൻഡ് എന്താണ് ഉപയോഗിക്കുന്നത്? സൂത്രവാക്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ചിത്രങ്ങളായിട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേര് എന്തുവാ? സ്പ്രെഡ്ഷീറ്റില ചാർട്ട്. ഇനി നമുക്ക് ഒരു ബോർഡർ ഒക്കെ അലൈൻ ചെയ്യണം, ഫോണ്ടിന്റെ സൈസ് കൂട്ടണം, കുറയ്ക്കണം, അതെല്ലാം ഏതിന്റെ അകത്ത് വരും? അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്തായിട്ട് വരും? ടെക്സ്റ്റ് ഫോർമാറ്റിംഗ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എന്തുവാ ഉദ്ദേശിച്ചേ എന്നിട്ടുള്ള കാര്യം? അതായത് സ്പ്രെഡ്ഷീറ്റിനകത്ത് മാത്രമായിട്ടുള്ള ഈ 3 ഫംഗ്ഷൻസ് നമ്മൾ പഠിക്കണം. ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട്, അതിന് പറയുന്ന പേര് ഫംഗ്ഷൻ. ഇനി ഓപ്ഷനകത്ത് ഫംഗ്ഷൻ ഇല്ലെങ്കിൽ എന്ത് കാണും? സൂത്രവാക്യം എന്ന് കാണും. അത് വെച്ചിട്ടാണ് നമ്മൾ വിശകലനം ചെയ്യുന്നതും കമ്പയർ ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത്. ഇനി ടെക്സ്റ്റ് റിലേറ്റ് ചെയ്ത് ബോർഡർ അലൈൻ ചെയ്യുന്നതായാലും സെൽസിനകത്ത് എന്തെങ്കിലും ലയിപ്പിക്കുന്നതാണെങ്കിലും അങ്ങനെയുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ ഏത് ഫോർമാറ്റിൽ? ടെക്സ്റ്റ് ഫോർമാറ്റിംഗിൽ വരും. ഇനി ചിത്ര രീതിയിലുള്ള അനാലിസിസ് ചോദിക്കുമ്പോൾ ചാർട്ട് എന്നും പറയാം. മനസ്സിലായി? അപ്പൊ ചാർട്ട്, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ്, ഫങ്ഷൻസ് അല്ലെങ്കിൽ സൂത്രവാക്യങ്ങൾ, അത് 3 മാത്രം എവിടെ പഠിച്ചാൽ മതി? ഈ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചാൽ മതി. ക്ലിയർ ആണോ? ബോറടിക്കുന്നോ? കുറെ നാളുകൾക്ക് ശേഷം കുറെ പഠിച്ച ഫീൽ ഉണ്ടല്ലേ? കുറെ എന്തൊക്കെയോ പഠിച്ചതല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം കൂടെ കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരുവിധം വരുവോ ആകും. ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക? ഈ കമ്പ്യൂട്ടറിനകത്തൊക്കെ മാർക്ക് സ്കോർ ചെയ്താൽ നല്ല രസമായിരിക്കും. ഏതാ? വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്നവയിൽ ഏത് ഉപകരണം? റിപ്പീറ്റർ ആണോ, സ്വിച്ച് ആണോ, ബ്രിഡ്ജ് ആണോ, നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് ആണോ? ഏത് പറയണം? സിമ്പിൾ ആണ്. റൂട്ടറിന്റെ പരിധി എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് പറയണം? റിപ്പീറ്റർ ആണ്. റിപ്പീറ്റർ. എന്തോ? റിപ്പീറ്റർ. ഇതിനെ പറ്റിട്ട് അറിയാമോ? ബ്രിഡ്ജും സ്വിച്ചും നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡും ഒക്കെ അറിയാമോ? ഇതില്ലാതെ ഒരു പരീക്ഷ, ഇതൊറ്റ ചോദ്യ പേപ്പറിനകത്തെയാണ് ഇത് കേട്ടോ. പലരും നമ്മൾ മുമ്പേ പഠിച്ചു ഹബിന് തൊട്ട് പുറകെ ഉള്ള ചോദ്യം തന്നെ ഇത്, സെയിം ക്വസ്റ്റ്യൻ പേപ്പറില്. അപ്പൊ നമ്മൾ ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് അറിഞ്ഞു വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൂടെ പഠിക്കാൻ റെഡി ആണോ? ഈ IT-ക്കകത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ സിമ്പിളാ, പക്ഷെ അത് നമ്മൾ പഠിക്കേണ്ടതുപോലെ പഠിച്ച് റിവൈസ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് സ്വിച്ച്, ബോറടിക്കുന്നില്ലല്ലോ, പഠിപ്പിക്കട്ടോ. സ്വിച്ച് നിരവധി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു ശൃംഖല രൂപീകരിക്കാൻ ശേഷിയുള്ള നിർമ്മിത ബുദ്ധിയോട് കൂടിയ ഉപകരണമാണ് ഏത്? സ്വിച്ച്. ഹബ്ബ്, നമ്മൾ മുമ്പേ ഹബ്ബ് പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഹബ്ബ് എന്ന് പറഞ്ഞപ്പോ ആ ഒരു സ്വിച്ച്, കുറച്ച് പോർട്ട് എല്ലാം കൂടെ ഓർമ്മയുണ്ടോ? എല്ലാം കൂടെ ഒന്നിച്ചു വരുന്നത്.
ഹബ്ബാണോ സ്വിച്ച് ആണോ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ എന്തു പറയണം? അഡ്വാൻസ്ഡ് ഹബ്. സ്വിച്ച് ആണ്. ഏതാണ്? സ്വിച്ച്. ഹബ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാം കൂടെ വരിക. സ്വിച്ച് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മാത്രം സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് സെലക്ട് ചെയ്യുന്നതാണോ എല്ലാം കൂടെ വരുന്നതാണോ നല്ലത്? നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അല്ലെ? അപ്പൊ ഹബിനേക്കാൾ ഉയർന്ന പ്രവർത്തനശേഷിയുള്ള ഉപകരണമാണ് സ്വിച്ച്. കാഴ്ചയിൽ ഹബിനോട് സാമ്യം ഉണ്ടോ? യെസ്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ പ്രശ്നം. എന്നാൽ സ്വിച്ച് ഡേറ്റയ്ക്ക് എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനം കൃത്യമായി ഉറപ്പുവരുത്തുകയും ഡേറ്റ പാക്കറ്റുകൾ ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് മാത്രം അയക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഫാനിന്റെ സ്വിച്ച് ഇട്ടാൽ ഒരിക്കലും ലൈറ്റിന്റെ സ്വിച്ച് കറക്റ്റ് ആണെങ്കിൽ കറങ്ങത്തില്ല, അതാ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഹബ് ആണെങ്കിൽ മൊത്തത്തിൽ കറങ്ങും, വേണ്ടത് ആവശ്യമുള്ളത് ഓഫ് ചെയ്യുക, വേണ്ടത് എടുക്കുക എന്നുള്ള രീതിയിലാണ് ഹബിന്റെ ജോലി. എല്ലാം അങ്ങ് വരും. ഇപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെയാണല്ലോ ചില സ്റ്റേഷനൊക്കെ ഹബ് എന്ന് പറയാറില്ല. എല്ലാം കൂടെ വന്ന് അട്ടിപ്പേർ അടിച്ച് കിടക്കുന്ന സ്ഥലം ഹബ്ബ്. അതാ ഹബ്ബ്. സ്വിച്ച് എന്ന് പറഞ്ഞാൽ വേണ്ടത് മാത്രം. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോ ഒരു ഡേറ്റ, ഇപ്പൊ ഞാൻ ശില്പയ്ക്ക് ഒരു മെസ്സേജ് വാട്സപ്പിൽ സെൻഡ് ചെയ്തെങ്കിൽ അത് ശില്പയുടെ വാട്സപ്പിൽ മാത്രമേ വരത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ ഹബ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും, ആ കുട്ടി എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. അപ്പൊ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും അറിയും, ആ കുട്ടി മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പൊ ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് ഒരു ഹബ്ബാണ്. പക്ഷെ ആ കുട്ടിക്ക് മാത്രം ഞാൻ മെസ്സേജ് ചെയ്യുവാണെങ്കിൽ അതെന്തുവാ? ഒരു സ്വിച്ചാ. ഡിഫറൻസ് മനസ്സിലായോ? അതായത് ഒരു ഗ്രൂപ്പ്, ഒരു ടെലഗ്രാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഹബ്ബാണ്. അവിടെ എല്ലാവരും ഉണ്ട്. അവിടെ നമ്മളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും കിട്ടും, വേണ്ടവരത് എടുത്താൽ മതി. അതേസമയം നമ്മൾ സ്വിച്ചിലേക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുവാണെങ്കിൽ എന്താണ്? ആ സ്വിച്ചിലേക്ക് മാത്രമേ, ആ കുട്ടി മാത്രമേ അത് അറിയത്തുള്ളൂ. ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഹബ് ആൻഡ് സ്വിച്ച്. അപ്പൊ ഏറ്റവും അഡ്വാൻസ്ഡ് ഏതാണ്? ഗ്രൂപ്പാണോ പിന്നെ പേഴ്സണൽ ആണോ? പേഴ്സണൽ ആണ് അഡ്വാൻസ്ഡ്, അതായത് സ്വിച്ച് ആണ് അഡ്വാൻസ്ഡ്. ഉദ്ദേശ സ്ഥാനത്തേക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ശൃംഖലയിൽ ഘടിപ്പിച്ചിട്ടുള്ള എല്ലാ ഉപകരണങ്ങളുടെയും വിലാസം പട്ടികയായി സംഭരിച്ചു വെക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും കോൾ ലിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ എല്ലാവരുടെയും നമ്പർ ഉണ്ട് എന്ന് പറയുന്നത് പോലെ സ്വിച്ചിന് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് നമ്മുടെ എല്ലാവരുടെയും, നിങ്ങളുടെ എല്ലാവരുടെയും നമ്പർ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ധനുഷയ്ക്കായാലും ശില്പയ്ക്കായാലും ഷെമിക്കായാലും എല്ലാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു വിലാസം. എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന സംഭവത്തിനകത്ത് എത്ര ഉപകരണങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ ആ ഉപകരണങ്ങളുടെ എല്ലാം വിലാസം ഇവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് സ്വിച്ചിനകത്ത്. ശൃംഖലയിലെ ഒരു ഉപകരണത്തിലേക്ക് ഡേറ്റ അയക്കുവാൻ സ്വിച്ചിലെ ഈ പാക്കറ്റിലെ വിലാസം മുൻകൂട്ടി ശേഖരിച്ച വിലാസം, അതായത് നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നു, ടെലഗ്രാമിൽ അവരവർക്ക് മെസ്സേജ് ചെയ്യുന്നു, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ വിലാസം കണ്ടെത്താൻ ലക്ഷ്യസ്ഥാനത്തുള്ള ഉപകരണത്തിലേക്ക് മാത്രം ഡേറ്റ അയക്കുന്നു. വളരെ തിരക്ക് കൂടിയ കമ്പ്യൂട്ടർ ശൃംഖലയിൽ ഹബിനേക്കാൾ നന്നായിട്ട് സ്വിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? സ്വിച്ച് ആകുമ്പോൾ അത് പേഴ്സണൽ ആണ്, അതിലേക്ക് മാത്രം മതി. കാരണം വളരെ കുറഞ്ഞ അളവിൽ സന്ദേശങ്ങൾ അയക്കുന്നതിനാൽ ശൃംഖലയ്ക്ക് തുരക്കൊന്നും ഉണ്ടാവുന്നില്ല. ഇപ്പൊ ഞാൻ നിമിഷയ്ക്ക് അയക്കുവാണെങ്കിലോ എല്ലാം പേഴ്സണലി അയക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ എന്താ? ഹബിനകത്ത് എല്ലാ കണ്ടന്റോട് വരുന്ന സമയത്ത് മുമ്പ് ഞാൻ പറഞ്ഞ HRD പിന്നെ മാർക്കറ്റിംഗ്, അക്കൗണ്ട്സ്, എല്ലായിടത്തെയും ഡേറ്റാസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ട്രാഫിക് ഭയങ്കര ബിസി ആയിരിക്കും. അപ്പൊ വേവ് ലെങ്ത് എന്തായിരിക്കും? അതായത് ഡേറ്റ റിസീവ് ചെയ്യാനും ഒക്കെ കുറെ അധികം താമസം ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഇവിടെ ആണെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. ഇതാണ് ഡിഫറൻസ്. ഇപ്പം മനസ്സിലായോ? അതായത് ഹബ് ആണോ സ്വിച്ച് ആണോ അഡ്വാൻസ്ഡ് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? സ്വിച്ച് ആണ് അഡ്വാൻസ്ഡ്. സ്വിച്ച് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നത് പോലെ ഇമാജിൻ ചെയ്യുക. ഹബ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ വന്ന് തമ്പടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ എല്ലാവരുടെയും ലക്ഷ്യസ്ഥാനം ഒന്നുമില്ല, അവരവർക്ക് വേണ്ടത് റിസീവ് ചെയ്തുകൊണ്ട് പോവുക, ദാറ്റ്സ് ഓൾ. പക്ഷെ മറ്റേതാണെങ്കിൽ എന്തുണ്ട്? കൃത്യമായിട്ട് വേണ്ടത് മാത്രമേ നമുക്ക് റിസീവ് ചെയ്യാൻ, അവരവർക്ക് അയക്കുന്നത് മാത്രമേ അവരവർക്ക് അത് റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഇസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഹബ് ആൻഡ് സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ കുഞ്ഞുങ്ങളെ? ഇപ്പൊ നമ്മുടെ ചോദ്യം എന്തുവായിരുന്നു? റിപ്പീറ്റർ എന്ന് പറയുന്ന ഒരു ചോദ്യമായിരുന്നു വന്നത്. അതായത് നമുക്ക് ഏതൊരു വിനിമയ മാധ്യമമായിക്കോട്ടെ വരുന്ന വൈദ്യുത കാന്തിക പ്രകാശ തരംഗങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഉപകരണമാണ് റിപ്പീറ്റർ. അത് വയർലെസ് ആയിക്കോട്ടെ വയേർഡ് ആയിക്കോട്ടെ, അതായത് നമുക്ക് നെറ്റ്വർക്ക് വയർ ആയിക്കോട്ടെ വയർലെസ് ആയിക്കോട്ടെ,
ഡേറ്റയ്ക്ക് പരിമിതമായ ദൂരത്തേക്ക് മാത്രമേ ശക്തി ക്ഷയിക്കാതെ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ഒരു വൈഫൈ കണക്ഷൻ വെക്കുവാണ്, ആ റൂമിന് ചുറ്റുമുള്ളവർക്കെല്ലാം നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ വെളിയിലേക്ക് പോകുന്തോറും അതിന്റെ കണക്ഷൻ കിട്ടാറുണ്ടോ നമുക്ക്? ഇല്ല എന്ന് പറയുന്നത് പോലെ ഇപ്പൊ അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതാണ്? റിപ്പീറ്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായോ? അതായത് അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. അപ്പം ഇത് എന്താണ്? നോയ്സ് മൂലമാണ് ഈ ഡിസ്റ്റർബ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നത്. ശബ്ദം അല്ലെങ്കിൽ നോയ്സ് ആണ് അവിടുത്തെ ഒരു തടസ്സമായിട്ട് വരുന്നത്. റിപ്പീറ്റർ ഇങ്ങനെ വരുന്ന തരംഗങ്ങളെ സ്വീകരിച്ച് എന്ത് ചെയ്യുന്നു? ശക്തി കൂട്ടുന്നു. ശക്തി കൂട്ടി ലക്ഷ്യസ്ഥാനത്തേക്ക് പുനഃസംപ്രേഷണം നടത്തുന്നു. അതാണ് ഇവിടുത്തെ കാര്യമെന്ന് പറയുന്നത്. നോക്കിക്കേ, ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ ഏത് ഉപകരണം സഹായിക്കും? സ്വിച്ച് ആണോ? അല്ല. ഇവിടെ എന്ത് പറയണം? റിപ്പീറ്റർ പറയണം. അപ്പൊ ഇത്രയും കാര്യം ഒന്ന് പഠിച്ചു വെച്ചേക്കണം. റിപ്പീറ്റർ. ഞാൻ ഇനി വയർലെസ് ബ്രിഡ്ജും നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡും അടുത്ത ദിവസം എടുക്കാം. അപ്പൊ നിങ്ങൾ ഇന്ന് എന്തൊക്കെ പഠിക്കണം? ഹബ് എന്നുള്ളത് എന്താണെന്ന് പഠിക്കണം, സ്വിച്ച് എന്താണ്, റിപ്പീറ്റർ എന്താണ്, അത് മൂന്നും കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ നമ്മൾ അയ്യപ്പ പണിക്കരുടെയും ONV കുറിപ്പിന്റെയും കാര്യങ്ങൾ പഠിച്ചു. പിന്നെ WBCയുടെ കാര്യവും പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം. പിന്നെ ഇന്നലെ നമ്മൾ എടുത്ത ക്ലാസ്സിന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ്സും കൂടെ ഞാൻ നാളെ ചോദിക്കുന്നതായിരിക്കും. അപ്പൊ അതും കൂടെ നോക്കിയിട്ട് വേണം ആ പ്രത്യേകിച്ചിട്ടുള്ള ആർട്ടിക്കിൾസ് നമ്മൾ അഡീഷണലി ഇന്നലെ പഠിച്ച കോഡൊക്കെ വെച്ച് പഠിച്ച കാര്യങ്ങളൂടെ പഠിച്ചു വെച്ചിരിക്കണം. റെഡിയല്ലേ? നമ്മളിപ്പം എൻഡ് ചെയ്യുകയാണ്. അപ്പം യൂട്യൂബ് വഴിയിട്ട് കാണുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജസ്റ്റ് 599 rupees മാത്രമേ ഉള്ളൂ. 10th ലെവൽ മെയിൻസ് റിലേറ്റ് ചെയ്ത് ഫോക്കസ് ഏരിയ GK, സയൻസ്, കറണ്ട് അഫേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് തിങ്കൾ മുതൽ വെള്ളി വരെ അവൈലബിൾ ആയിരിക്കും. അപ്പം മനസ്സിലായോ ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ? അപ്പൊ നന്നായിട്ട് PDF എടുത്ത് വെച്ച് റിവൈസ് ചെയ്യണം. ഈ ചോദ്യങ്ങൾ തന്നെ ഇനിയും റിപ്പീറ്റ് ചെയ്ത് വരും. ഇന്ന് നമ്മൾ പഠിച്ചതിനകത്തുനിന്ന് തന്നെ മിനിമം ഒരു 3 മാർക്ക് റിപ്പീറ്റ് ചെയ്ത് വരും. ഇന്ന് നമ്മൾ പഠിച്ചത് അത്രയും ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ഏരിയയിൽ പഠിക്കുന്നത്. എല്ലാം GK ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പൊ പഠിക്കുമല്ലോ. ഇങ്ങനെ പഠിക്കുന്നതല്ലേ നല്ലത്? ഒരു സബ്ജക്ട് മാത്രം ഇങ്ങനെ പഠിക്കുന്നതാണോ, ഇങ്ങനെ മിക്സ് ചെയ്ത് പഠിക്കുന്നതാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അഭിപ്രായം ഇതല്ലേ നല്ലത്? ഇതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? കോൺസെൻട്രേഷൻ കിട്ടും ഒരു ടോപ്പിക്കിനകത്തൊന്നും അടുത്ത ടോപ്പിക്, അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല, ബോറടിക്കത്തുമില്ല. ഓക്കെ, അപ്പൊ ശരി, എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. ബൈ, താങ്ക് യു.